ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കുന്നു സന്ദീപ് വാര്യരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ. അല്ല, അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളത് ആവേശത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം വിട്ട് വെറുപ്പിൻ്റെ കട വിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, വിഭജനമുണ്ടാക്കാൻ വേണ്ടി, മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് ഒരാൾ വന്നപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ ഞങ്ങൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തും. തീർച്ചയായും ഇതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സമയം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ശ്രീ വി ഡി സതീശൻ, സരിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇന്നലെ വരെ സരിൻ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും എന്തു പറഞ്ഞിരുന്നു, ഇന്നിതാ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതേ കാര്യം തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എടുക്കുമ്പോഴും സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എടുക്കുമ്പോഴും അത് ആപ്ലിക്കബിൾ ആണല്ലോ. അപ്പോൾ ഇനി ആ ഒരു വാദം നിലനിൽക്കില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അല്ല. ഞാനത് വിശദീകരിക്കാം. കാരണം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പാർട്ടി വിട്ടു പോയത് സീറ്റില്ല കോൺഗ്രസിൻ്റെ, 1. 2, അദ്ദേഹം നേരെ BJPയിലേക്ക് പോയി, അവരും സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് EP ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാൾ ഇരുണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിയായതാണ്. അത് അധികാരമോഹം കൊണ്ട് അപ്പുറത്തോട്ട് പോയതാണ്. സന്ദീപ് വാര്യർ ഞങ്ങൾ ഒരു സ്ഥാനവും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അൺകണ്ടീഷനിലാണ് വരവ്. BJP സീറ്റ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചല്ല അദ്ദേഹം പാർട്ടി വിട്ടത്. അദ്ദേഹം ഐഡിയോളജിക്കൽ ഡിഫറൻസ്, പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസം, ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവരങ്ങോട്ട് പോയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPMൽ ജോയിൻ ചെയ്തതും ഒരാൾ അൺകണ്ടീഷണലായിട്ട് ഒന്നും കൊടുക്കാതെ കോൺഗ്രസിലേക്ക് വരുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രകടമാണ്. അതാണ് വ്യത്യാസം.